കഴിഞ്ഞ ദിവസം നമ്മുടെ മാപ്രകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയുണ്ട്. അത് അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി എ അരുൺകുമാറിൻ്റെ ഒരു പോസ്റ്റായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം നൽകുന്ന പത്മവിഭൂഷൺ ലഭിച്ചിരുന്ന കാര്യം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അപ്പോൾ ആ വാർത്ത കേട്ട അന്നേ ദിവസം തന്നെ അതിൽ വലിയ അഭിമാനവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇതേ വി എ അരുൺകുമാർ പ്രതികരിക്കുന്നതും പോസ്റ്റ് ഇടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബം ആ അവാർഡ് സ്വീകരിക്കില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വരികളുടെ ഇടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിയുടെ സമ്മർദ്ദം ഒരുപക്ഷെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ പാർട്ടി സമ്മതിച്ചാൽ മാത്രമേ ആ പുരസ്കാരം സ്വീകരിക്കൂ എന്ന സൂചനയാണ് വി എ അരുൺകുമാർ നൽകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ ഇതിനിടയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സീറ്റ് വേണമെങ്കിൽ ഈ പുരസ്കാരം വാങ്ങാതിരിക്കണം എന്ന തരത്തിൽ വരെ സോഷ്യൽ മീഡിയയിൽ ചില കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇതിലെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാജ്യം നൽകുന്നൊരു ബഹുമതിയാണിത്. അദ്ദേഹം അന്തരിച്ചുപോയി. 5 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. 100 വയസ്സിന് മുകളിൽ ജീവിച്ച ആളാണ്. രാഷ്ട്രീയം എന്തുമാവട്ടെ, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് എല്ലാം കൂടെ മാനിച്ച് പരിഗണിച്ചൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചത്. ആദ്യം ഇതറിഞ്ഞപ്പോൾ വലിയ സന്തോഷവും ആഹ്ലാദവും അഭിമാനവും രാജ്യം നൽകുന്ന പുരസ്കാരമാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത അതേ അരുൺകുമാർ തന്നെ ദിവസങ്ങൾക്കകം ഇങ്ങനെ മാറ്റി പോസ്റ്റ് ചെയ്യണമെങ്കിൽ, പ്രതികരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് മേൽ വലിയ പാർട്ടി സമ്മർദ്ദമുണ്ടായിരിക്കാൻ തന്നെയാണ് സാധ്യത. ഇവിടെ നിങ്ങൾ ഈ ദൃശ്യം നോക്കുക, ഈ ചിത്രം നോക്കുക. ഇത് അമേരിക്കയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിഞ്ഞാണം വാങ്ങുന്ന, അമേരിക്ക നൽകുന്ന അവാർഡോ പുരസ്കാരമോ, സർക്കാരൊന്നുമല്ല, പക്ഷേ അവിടുത്തെ ഒരു സംഘടനയോ മറ്റോ നൽകുന്ന ഒരു പിഞ്ഞാണവും പുരസ്കാരമാണ് ഈ കാണുന്നത്. നാഴിക്ക് 40 വട്ടം അമേരിക്ക കുത്തക ബൂർഷ മുതലാളിത്ത രാജ്യമാണെന്നും സാമ്രാജ്യത്വ ശക്തിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് പഴിക്കുന്ന അവിടെ പോയി ഈ പിഞ്ഞാണം വാങ്ങാൻ അവർക്കൊരു ഉളുപ്പുമില്ല. അമേരിക്ക ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അല്ല ഇത് കൊടുത്തത്. പക്ഷേ നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം കൊടുക്കുന്ന ഒരു പുരസ്കാരം വാങ്ങാൻ മാനസികമായിട്ട് അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിനെ പോലും വിലക്കുന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പാർട്ടി ഒപ്പുവെച്ച കലം പോലെ ആയത് എങ്ങനെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ലല്ലോ. രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക? അമേരിക്കയിൽ പോയി അവിടുന്ന് ഒരു പിഞ്ഞാണം പുരസ്കാരം വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ പുരസ്കാരം, പത്മ പുരസ്കാരം വാങ്ങിക്കൂടാ എന്ന് ഒരു സാധാരണപ്പെട്ടവൻ ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുണ്ടാവുക? അമേരിക്കയെ നാഴിക്ക് 40 വട്ടം കുറ്റം പറയും. എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ അവിടെ പോകണം. നിപ്പ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പിഞ്ഞാണം അവാർഡ് അവിടെ നിന്ന് വാങ്ങിയത്. ഇത് വാങ്ങിയതിന് ശേഷം ഏതാണ്ട് 6 or 7 തവണ ഇവിടെ വീണ്ടും നിപ്പ വരികയുണ്ടായി. ഇപ്പോഴും ഇടയ്ക്ക് നമ്മൾ അത്തരം വാർത്തകൾ കാണുന്നു. എന്നിട്ടും അവിടെ പോയി യാതൊരു എളുപ്പമില്ലാതെ ഈ പിഞ്ഞാണം മേടിക്കാൻ തയ്യാറായതാണ് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ. അന്ന് ഇവർക്ക് തോന്നിയില്ലേ അത് നിരസിക്കാൻ? അമേരിക്ക പോലുള്ളൊരു കുത്തക രാജ്യത്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു മുതലാളിത്ത, ഇതെല്ലാം ഇവരുടെ ഭാഷയാണ്, സാമ്രാജ്യത്വ ബൂർഷ, അങ്ങനെ ഒരു രാജ്യത്ത് വെച്ച് ലഭിക്കുന്ന ഈ പുരസ്കാരം, ഈ പിഞ്ഞാണം വേണ്ട എന്ന് അന്ന് പാർട്ടി നിലപാടെടുത്തില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് മാത്രം ഇവർക്ക് ഇത്ര വിരോധം? ഇന്ത്യൻ സർക്കാർ നൽകുന്ന മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച ഈ പുരസ്കാരം നിരസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ രാജ്യത്തിനോട് അവർക്ക് അത്രയേ കൂറും വിധേയത്വമൊക്കെ ഉള്ളൂ എന്നാണ്. അതിലും വലുത് മറ്റാരെങ്കിലുമൊക്കെ കൊടുക്കുന്ന, മറ്റ് രാജ്യങ്ങളും കടലാസ സംഘടനയൊക്കെ കൊടുക്കുന്ന പിഞ്ഞാണത്തിനെയൊക്കെയാണ് അവർ വില വെക്കുന്നത് എന്ന് സാരം. ഈ പാർട്ടിയെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ.